ചെയ്യാൻ വേണ്ടി I would like to invite Mr. Joseph John, Vice President, PCTA Ernakulam District, to deliver the welcome address. Sir, please. Good evening, all. Thank you, Dido, madam. Thank you, sir. ഉറവ് PCTA എറണാകുളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്. നമുക്കറിയാം, അറിവാണ് മനുഷ്യനെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഉയർത്തുന്നത്. അറിവുള്ള മനുഷ്യൻ തെറ്റ് ചെയ്യുന്നില്ല എന്നാണ് വയ്പ്. നല്ല സാമൂഹ്യ നിർമ്മിതിക്ക് അറിവിൻ്റെ ഉറവ് സൃഷ്ടിക്കുകയാണ് PCTA എറണാകുളം ചെയ്യുന്നത്. വിഷയങ്ങളുടെ വ്യത്യസ്തതയാണ് ഉറവിൻ്റെ ഒരു സവിശേഷത. ഉദാഹരണത്തിന് ഇന്നത്തെ ടോപ്പിക്ക് തന്നെ, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ജീവിതം സുഖപ്രദമായും സന്തോഷകരമായും കഴിച്ചുകൂട്ടണം. അതിന് ധാരാളം വഴികൾ അറിവുള്ളവർ കണ്ടെത്തി നമുക്ക് തന്നിട്ടുണ്ട്. ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗങ്ങൾ പലതാണ്, അല്ലേ? ചിലതൊക്കെ നമുക്കറിയാം, ചില ടോപ്പിക്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അറിയാൻ ഒത്തിരി ഉണ്ട്. ഉദാഹരണത്തിന് ഇന്നത്തെ വിഷയം തന്നെ ആക്സസ് കോൺഷ്യസ്നെസ്, എനിക്കത് പുതിയ വിഷയമാണ്. അപ്രകാരം ഒരു മാർഗത്തെ പറ്റി ആയിരിക്കാം ഇന്ന് മാഡം സംസാരിക്കുക എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീമതി ബ്യൂട്ടി ഗവാനിയ, അങ്ങനെ തന്നെയല്ലേ പേര്? ബ്യൂട്ടി ഗവാനിയ. ഓക്കെ. ഏതായാലും ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ബ്യൂട്ടി മാഡത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അതിനു മുമ്പ് ഒരു വാക്കുകൂടി പറയാം. PCTA സംസ്ഥാന തലത്തിൽ നടത്തുന്ന പുനർജനിയെക്കുറിച്ചാണ്. സംസ്ഥാന തലത്തിൽ ഇപ്പോൾ നമ്മൾ ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. മാർച്ച് 10-നാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത് കോൾ ഫ്രീ ടെലിഫോൺ കൗൺസിലിംഗ് ടു സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. പ്രത്യേകിച്ച് പരീക്ഷാകാലത്തും പരീക്ഷാഫല പ്രഖ്യാപന കാലത്തും നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഒരു സവിശേഷതയാണ് പേരൻസും കുട്ടികളും ഒക്കെ ആവശ്യമില്ലാത്ത ആശങ്കകുലരാകുന്ന കാര്യം. അവർക്കൊരു തണലാകാനായിട്ടാണ് പുനർജനി സംസ്ഥാന തലത്തിൽ PCTA നടത്തുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 1000 കോൾസ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ. എന്ന് പറഞ്ഞാൽ ആ കോൾസിലൂടെ എത്രയോ മനുഷ്യർക്ക് നമുക്ക് ആശ്വാസം പകരാൻ സാധിച്ചു, എത്രയോ കുടുംബങ്ങൾക്ക്, എത്ര മാതാപിതാക്കൾക്ക്. അപ്പോൾ അതിൽ സഹകരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിൽ ഇവിടെ അതിൻ്റെ സ്റ്റേറ്റ് ചെയർമാൻ ഉൾപ്പെടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ PCTA എറണാകുളം ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജോൺ ബേബി സാറിനെ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ശ്രീമതി ബ്യൂട്ടി ഗവാനിയ, വെൽനസ് ആൻഡ് മെഡിറ്റേഷൻ എക്സ്പേർട്ട് ഒക്കെയാണ്. നമുക്കറിയാം, സൈക്കോളജി പല ഫീൽഡിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ക്ഷേമകരമായ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളിലാണ് മാഡം ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ നമുക്കിന്ന് PCTA സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടോ എനിക്കറിയില്ല. സാർ മിക്കവാറും എല്ലാ പരിപാടിയിലും ഉണ്ടാകാറുണ്ട്, ഞാൻ കാണുന്നില്ല. എങ്കിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളൊക്കെ ഇവിടെ ഹാജരായിട്ടുണ്ട്. അതുപോലെ ഒത്തിരി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്നത്തെ പ്ലാറ്റ്ഫോം. ഇന്ന് റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാ രാഘവൻ മാഡം, എനിക്കറിയാവുന്നതാണ്. നമുക്കതിലേക്കൊക്കെ വരാം. PCTA ഈ പരിപാടി, അഭിമാന പരിപാടിയിൽ ധാരാളം പേര് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റിസോഴ്സ് പേഴ്സൺ ബ്യൂട്ടി ഗവാനിയ മാഡത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് എത്തിയിട്ടുള്ള ഹിത രാഘവൻ മാഡത്തിനെ പ്രത്യേകം സ്വാഗതം ചെയ്തു. ട്രെയിനറും സൈക്കോളജിസ്റ്റും ഒക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാണ് മാഡത്തിൻ്റെ ഒരു ക്ലാസ് PCTA എറണാകുളത്തിന് ഉറവിന് തരിക എന്ന് ഞാൻ ചോദിച്ചു പോകണം സന്ദർഭവശാൽ. ഓക്കെ, നന്നായിട്ട് സംസാരിക്കും, എനിക്കറിയാം. ഓക്കെ. അതുപോലെ ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഏറ്റിരിക്കുന്ന നമ്മുടെ ട്രഷറർ കൂടിയായിട്ടുള്ള പോൾ പടയാറ്റ് സാറ്,
തെഹസീൻ മാഡം, എനിക്ക് കാണാവുന്നവരെയൊക്കെ ഞാൻ ഒന്ന് എടുത്തു പറയാൻ ശ്രമിക്കുകയാണ്, പക്ഷേ ക്യാമറ ഓൺ ചെയ്തിട്ട് വളരെ വിരളമാണ്. അപ്പോൾ എല്ലാവരെയും, ഡോക്ടർ ജോസഫ് സാറ്, പിന്നെ നമ്മുടെ ഇന്നത്തെ MC ഡിഡോ അലക്സ്, PCTA എറണാകുളം ജില്ലയുടെ സെക്രട്ടറി വിജയരാമൻ സാറ്, എല്ലാ ഭാരവാഹികളെയും, എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഓവർ ടു MC ഡിഡോ അലക്സ്. Thank you, sir, for your warm and encouraging words. Next, നമ്മൾ invite ചെയ്യുന്നത് Mr. John Baby, sir, President, PCTA Ernakulam, for the presidential address. Sir, the floor is yours. Dear respected Dr. Joseph sir, all party head sir, Taisi madam, all other dignitaries who are present here. ഇന്ന് ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല. കാരണം 100 ആൾക്കാർ ഫുൾ ഖോറം വന്നു കഴിഞ്ഞു. ഇനി ആൾക്കാർ കയറാൻ പറ്റാതെ വെയിറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് ഇന്ന് ഞാൻ നമ്മുടെ മെമ്പേഴ്സ് പലരെയും ഫോണിൽ വിളിച്ചു. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസ് എടുക്കാൻ പോകുന്ന ആള് ആരാന്ന് പലരും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബ്യൂട്ടി ഗവാനിയ എന്ന് പറഞ്ഞപ്പോൾ, ഓ മാഡത്തിന്റെ ക്ലാസ് ആണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. മാഡത്തിന്റെ ക്ലാസ് ആണ്, തീർച്ചയായിട്ടും ഉണ്ടാവും. ആ ആൻസർ തന്നെ എനിക്ക് ഇത്രയും ഒരു എക്സൈറ്റ്മെന്റ് തന്നു. അപ്പൊ ഞാൻ തീർച്ചയായും ഇന്നത്തെ ക്ലാസ് ഗ്രേറ്റ് ആയിരിക്കും. ഇന്ന് ഫുൾ സ്ട്രെങ്ത് ആൾക്കാർ ഉണ്ടാവും. എന്നാലും ഇത്രയും വേഗം 100 തികയുമെന്ന് കരുതിയില്ല. മീറ്റിംഗ് തുടങ്ങുന്ന മുമ്പ് തന്നെ 100 തികഞ്ഞു കഴിഞ്ഞു. That shows the expectation of the people and also the popularity of the madam and also the acceptance and appreciation of the today's guest speaker, Beauty Gavania. I am really happy to have such a distinguished person as our speaker today. All those who are present here, I am really confident will benefit a lot. So I welcome everybody once again, and I also say thank you for all those who are joined here, and my sincere thanks to Madam Beauty Gavania for accepting our request and agreeing to take this class. Thank you all. Back to Jido or MC. Thank you. Thank you, sir, for your inspiring leadership and words. ഇനി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം Miss ഹിത രാഘവൻ, psychologist and trainer, to introduce today's speaker. Ma'am, over to you. Thank you so much. Just a second. ഉറുവിലെ ഇന്നത്തെ സെഷനിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന മഹനീയ വ്യക്തിത്വം ആക്സസ് കോൺഷ്യസ്നെസിന്റെ കേരളത്തിലെ ഏക ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ഫെസിലിറ്റേറ്റർ ആയ ശ്രീമതി ബ്യൂട്ടി ഗവാനിയെയാണ്. അവർ തിരുവനന്തപുരം, വിഴിഞ്ഞം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ബ്യൂട്ടി ഗവാനിയ വെൽനസ് ആൻഡ് മോട്ടിവേഷൻ സെന്ററിന്റെ സ്ഥാപകയാണ്. ഈ സെന്ററിലൂടെ വ്യക്തികൾക്ക് അവരിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുവാനും ജീവിതം പരിവർത്തനം വരുത്തുവാനും സഹായിക്കുന്ന നിരവധി പരിശീലനങ്ങൾ നൽകി വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം വ്യക്തിത്വ വികസനത്തിനും അവയർനെസ്സിനുമായി ബന്ധപ്പെട്ട ധാരാളം സെഷനുകൾ മാം നൽകി വന്നിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ആക്സസ് കോൺഷ്യസ്നെസിന്റെ പരിശീലന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അവർ പല രാജ്യങ്ങളിലായി വിവിധ കമ്പനികളിൽ കൺട്രി മാനേജറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ടോസ്റ്റ് മാസ്റ്ററിലും JCA ട്രിവാൻഡ്രം ടെക് സിറ്റി ചാപ്റ്ററിലും സജീവ അംഗമായിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ആക്സസ് കോൺഷ്യസ്നെസിന്റെ വിവിധ മേഖലകളിൽ ആഴത്തിൽ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീമതി ബ്യൂട്ടി ഗവാനിയ ആക്സസ് ബാർസ്, ആക്സസ് ഫേസ് ലിഫ്റ്റ്, ആക്സസ് ബോഡി പ്രോസസ്, ആക്സസ് ഫൗണ്ടേഷൻ ഇവയുടെ ക്ലാസുകൾ ഇന്ത്യക്ക് അകത്തും പുറത്തും നൽകി വരുന്നു. അവർ തന്റെ ക്ലാസുകളിലൂടെ അനേകം വ്യക്തികൾക്ക് അവരുടെ പരിമിതികൾ കടന്ന് സ്വന്തം ഉള്ളിലെ ബോധം കണ്ടെത്തി കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ സുഖകരമായ
നേരത്തെ പറഞ്ഞതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ പ്രചോദനം നൽകി വരുന്നു. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പറയട്ടെ, ആക്സസ് കോൺഷ്യസ്നെസിന്റെ വിവിധ പ്രോസസ്സുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെഷൻസിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കായി ബ്യൂട്ടി മാമിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷവതിയാണ് ഞാൻ. നമുക്ക് കൂടുതൽ ബ്യൂട്ടി മാമിൽ നിന്ന് കേൾക്കാം. വിശേഷിപ്പിക്കാനും വിശദീകരിക്കുവാനും പോകുകയാണെങ്കിൽ ധാരാളമുണ്ട്. മാം ആക്സസ് കോൺഷ്യസ്നെസിന്റെ വഴികളിലൂടെ കടന്നുപോയത് പറയാൻ പോകുകയാണെങ്കിലും ധാരാളമുണ്ട്. അത് വേണ്ടി സമയം കളയാതെ നമുക്ക് ആ വിശിഷ്ട വ്യക്തിത്വത്തിന്റെ വാക്കുകളിലേക്ക്, ക്ലാസ്സിലേക്ക് പോവാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. വെൽക്കം മാം. Thank you, ma'am, for that wonderful introduction. Now for the most awaited moment. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു മൾട്ടി ടാലന്റഡ് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റിയാണ് മിസ് ബ്യൂട്ടി ഗവന്യ. പേര് പോലെ തന്നെ ഷീസ് ട്രൂലി ബ്യൂട്ടിഫുൾ. ആൻഡ് അതിനൊപ്പം തന്നെ ടാലന്റ്, കോൺഫിഡൻസ് ആൻഡ് എനർജി കൊണ്ടും വളരെ ഇംപ്രസീവ് ആയിരിക്കുന്നു. എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് ബ്യൂട്ടി വിത്ത് ബ്രില്യൻസ്. മാം, വി ആർ ട്രൂലി ഹോണർഡ് ടു ഹാവ് യു ഹിയർ. സ്റ്റേജ് ഈസ് ഓൾ യുവേഴ്സ്. വെൽക്കം. Thank you so much. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ സച്ച് എ ഇൻട്രൊഡക്ഷൻ. ഇവിടെ 3 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ആക്സസ് കോൺഷ്യസ്നെസ്സിനെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് വേദി ഒരുക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഉറവ്. അന്നും ജോസഫ് സാറും അതോടൊപ്പം തന്നെ പോൾ സാറിനോടും സംസാരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്താണ് ആക്സസ് കോൺഷ്യസ്നസ്, എന്താണ് ആക്സസ് ബാസ് എന്ന് പറയുവാനും പരിചയപ്പെടുത്തുവാനും ഒരു അവസരം നൽകിയിരുന്നു. അതിന് ഈ നിമിഷം ഞാൻ ഒരുപാട് സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഇന്നെന്നെ വെൽക്കം ചെയ്ത ജോസഫ് ജോൺ സർ, ജോൺ ബേബി സർ, ഹിത മാഡം ആൻഡ് ബ്യൂട്ടിഫുൾ ഡിഡോലക്സ് മാം, ആൻഡ് ഇവിടെ ഇരിക്കുന്ന സകലർക്കും വളരെ സ്നേഹത്തോടു കൂടി ഒരു നമസ്കാരം ഞാൻ പറഞ്ഞോട്ടെ. നമസ്കാരം. ഇന്ന് ഒരുപക്ഷെ ആക്സസ് കോൺഷ്യസ്നസ് കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചു പേർക്കെങ്കിലും, മേ ബി അത്രത്തോളം എക്സ്പ്ലോറേഷൻ എല്ലാവർക്കും അറിയാമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും കുറച്ചു പേർക്കെങ്കിലും എന്താണ് ആക്സസ് കോൺഷ്യസ്നസ്, ആക്സസ് ബാസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. മനുഷ്യൻ എങ്ങോട്ടുള്ള യാത്രയാണ്, എന്തിലോട്ടുള്ള യാത്രയാണ് എന്നുള്ളത് പലപ്പോഴും തർക്ക വിഷയമാകാറുണ്ട്. പല സമയത്തും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം? ഈ ചോദ്യത്തിന് ശാസ്ത്രം എത്ര വളർന്നാലും, മറ്റെന്തൊക്കെ ടെക്നോളജികൾ വളർന്നാലും, ഏതെല്ലാം തലങ്ങളിൽ എത്തിപ്പെട്ടാലും, മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് അഹങ്കരിച്ചാലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത പല ചോദ്യങ്ങളിലും നമ്മൾ ഇങ്ങനെ കുടുങ്ങിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ജീവിതം ഇത്ര പ്രയാസമേറിയതായി മാറുന്നത്? എന്തുകൊണ്ടാണ് ജീവിതങ്ങൾ പല വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ടി വരുന്നത്? എന്താണ് ശരിക്കും ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇത്രയും എന്റർടൈൻമെന്റ്സും ഇത്രയും ടെക്നോളജീസും ഒക്കെ വളർന്നിട്ട് മനുഷ്യർ കൂടുതൽ ഡിപ്രഷനിലോട്ടും കൂടുതൽ പ്രയാസങ്ങളിലോട്ടും കൂടുതൽ ക്രൂരമായിട്ടുള്ള അവസ്ഥകളിലോട്ടും മനസ്സ് എത്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ഈ കോൺഷ്യസ്നെസിന്റെ റെലവൻസ് വരുന്നത്. മനുഷ്യർ കൂടുതൽ ബോധമുള്ളവരായി കഴിഞ്ഞാൽ ഇതെന്തിലേക്കുള്ള യാത്രയാണ് ഈ ജീവിതം എന്നുള്ളൊരു ബോധം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ബോധവാന്മാരായി കഴിഞ്ഞാൽ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിന്റെയും പേരിലുള്ള പലതരത്തിലുള്ള യുദ്ധം എന്ന് ഞാൻ പറയുമ്പോൾ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും, വീട്ടിലെ ദോശ ചട്നിക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന യുദ്ധം, അതുൾപ്പെടെയുള്ളത് പലതും സ്റ്റോപ്പ് ആവാനും അലോവൻസിലായിരിക്കാനും നമുക്ക് സാധിക്കും. ആ ഒരു അലോവൻസ് സ്പേസിലോട്ട് എത്തിപ്പെടാനായിട്ട് നമ്മെ സഹായിക്കുന്ന കുറെ മാർഗങ്ങളും വഴികളും ഒക്കെയാണ് ആക്സസ് കോൺഷ്യസ്നസ്. ഇതിന്റെ ഉത്ഭവം യുഎസിലെ ഗാരി ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഈ ഒരു പഠനശാഖയുടെ ഉത്ഭവം വന്നിരിക്കുന്നത്.
ഗാരി ഡഗ്ലസും പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ഡെയിൻ ഹീറും ജോയിൻ ചെയ്ത് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റഡീസ് ആണ് ആക്സസ് ബാർസ്, ആക്സസ് ഫേസ് ലിഫ്റ്റ്, അതുപോലുള്ള പല പ്രോസസ്സുകൾ ഓറിയന്റഡ് ആയിട്ടുള്ള ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പഠനശാഖ. ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇതിലെ നമ്മുടെ ആദ്യത്തെ കോർ പ്രോസസ് ആയിട്ടുള്ള ആക്സസ് ബാർസ് എന്ന് പറയുന്നത് നമ്മുടെ ശിരസിൽ തന്നെ, നമ്മൾ മനുഷ്യർ ഓരോരുത്തരും അതീവ ശക്തിയുള്ളവരാണ്. എന്നാൽ നമ്മൾ എല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാം എക്സ്പ്ലോർ ചെയ്യുമ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ എത്ര എക്സ്പ്ലോർ ചെയ്താലും വീണ്ടും ബാക്കിയാകുന്നത് നമ്മളെ കുറിച്ചിട്ടുള്ള അറിവാണ്, ബോധമാണ്. അതാണ് നമുക്ക് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത്. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കോംപ്ലെക്സ് ആകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മനുഷ്യ നിർമ്മിതി എന്നുള്ളത്, ഓർ ഹൂ വി ആർ എന്നുള്ളത്. ആക്സസ് കോൺഷ്യസ്നസിലൂടെ മനസ്സിലാക്കുന്ന 32 ശിരസിലെ 32 പോയിന്റ്സ്, അത് എനർജി പോയിന്റ്സ് ആണ്. ഈ 32 പോയിന്റ്സിലൂടെ നമ്മൾ ജെന്റിൽ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ, വളരെ ജെന്റിൽ ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ, നമ്മൾ എന്തൊക്കെയാണോ ലിമിറ്റേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ സ്വയം നമ്മളോട് തന്നെ തോന്നുന്ന കുറ്റബോധം, അവജ്ഞ, സ്വയം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ലിമിറ്റഡ് ആയിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്തകൾ, അതിൽ നിന്നെല്ലാം റിലീസായി വളരെ വേഗം ഓരോ മനുഷ്യർ ഹാപ്പി ആവുന്നത് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാൽ കൊണ്ട് തന്നെ അത്രത്തോളം ലിമിറ്റഡ് ആയി, ചിന്തകളുടെ ഒരു കൂട്ടിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. റൈറ്റ്നെസിന്റെയും റോങ്നെസിന്റെയും ചിന്തകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഹൗ പവർഫുൾ വി ആർ എന്നുള്ളൊരു റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്രത്തോളം ഈ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും, എത്രത്തോളം നമുക്ക് പോസിറ്റീവ് അപ്രോച്ചോടുകൂടി ഈ ലോകത്തെ കാണാൻ കഴിയും. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത അത്രത്തോളം പോസിബിലിറ്റീസ് കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ ആ പോസിബിലിറ്റീസിലൂടെ ആക്സസ് ചെയ്യാൻ വൈ എ കോമൺ മാൻ ഇസ് നോട്ട് ഏബിൾ ടു എന്ന ആ ക്വസ്റ്റ്യൻ മാർക്കിനാണ് ആക്സസ് കോൺഷ്യസ്നസ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് അസ്. നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ആക്സസ് കോൺഷ്യസ്നസിനെ കുറിച്ച് പഠിക്കാനോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലെ ചില പോയിന്റ്സിനെ കുറിച്ച് പഠിക്കാനോ, മർമ്മ പോയിന്റ്സിനെ കുറിച്ച് പഠിക്കാനോ ഉള്ള ഒരു യാത്രയല്ല. പകരം ആരാണ് നമ്മൾ, എന്താണ് നമ്മൾ, എവിടെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഉയരാൻ സാധിക്കാത്തത്, എവിടെയാണ് നമ്മൾ നമ്മെ തന്നെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ നമ്മെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എത്രത്തോളം ഉയരങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും, എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതിനൊക്കെ ഒരു ഉത്തരം നൽകാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അന്വേഷണമാണ് ആക്സസ് കോൺഷ്യസ്നസിലെ ആക്സസ് ബാർസ് എന്ന് പറയുന്ന ഈ 32 പോയിന്റ്സ് നമ്മെ സഹായിക്കുക. സോ നമ്മൾ ഒരു തവണയോ 2 തവണയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു സ്ലീപ്പ്, നമുക്ക് ഉറങ്ങാൻ കൂടുതൽ ബ്രെയിൻ വേവ്സ് ഒക്കെ ഒരല്പം സ്ലോ ഡൗൺ ആവുകയും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മോഡിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ, നമ്മളിത് ഇന്റൻസീവ് ആയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ വീൽ സി അമേസിംഗ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ എക്സ്പ്ലോറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എത്തിപ്പെടാത്ത മേഖലകളിലേക്ക്, പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകളിലേക്കും ബോധങ്ങളിലേക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് അസ്. നമ്മുടെ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആക്സസിന്റെ ഒരു പാറ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് എനി ബെറ്റർ ദാൻ ദിസ്. ആ ഒരു ഒറ്റ ചോദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, ഏതൊരു കാര്യത്തെ വീണ്ടും 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 നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആക്ച്വലി കൂടുതൽ ധാരാളമായിട്ട് അവസ്ഥ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് എനി ബെറ്റർ ദാൻ ദിസ് എന്നൊരൊറ്റ ചോദ്യത്തിന്. ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ്സും എല്ലാം എംബഡഡ് ആണ് ഈ സ്റ്റഡീസ്. ആക്സസിനകത്ത് വരുന്ന ഒരു ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, പോഡ് ആൻഡ് പോക്ക്, ഓൾ 100, ഷോർട്സ്, ബോയ്സ്, പോവേർഡ്സ്, ക്രിയേഷൻസ്, ബേസസ് ആൻഡ് ബിയോണ്ട്സ്. ഇത് ആക്സസിന്റെ ഒരു മാജിക്കൽ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. റൈറ്റ് ആൻഡ് റോങ്, ഗുഡ് ആൻഡ് ബാഡ്, പോഡ് ആൻഡ് പോക്ക്, ഓൾ 100, ഷോർട്സ്, ബോയ്സ്, പോവേർഡ്സ്, ക്രിയേഷൻസ്, ബേസസ് ആൻഡ് ബിയോണ്ട്സ് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പേര്. മേ ബി ഞാൻ ഇങ്ങനെ സ്പീഡിൽ പറയുന്നതുകൊണ്ട് നമുക്കിത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ www.accessconsciousness.com ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന മേഖലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ലഭിക്കും.
ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഇത് എനർജീസ് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽപ്പുണ്ടെങ്കിൽ അവിടെയുള്ള എനർജീസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ജസ്റ്റ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി വി ക്യാൻ മൂവ് ഫോർവേഡ് എ ലോട്ട്. ഞാൻ ലിമിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്തയെ ആലോചിച്ചിട്ട് റൈറ്റ് ആൻഡ് റോങ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോലും പെട്ടെന്ന് ചേഞ്ചസ് നമ്മളിലോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു മാജിക്കൽ സ്റ്റേറ്റ്മെന്റ്, മാജിക്കൽ എന്ന് പറയുന്നത് അതിന്റെ ഗുണത്തെ കൊണ്ടിട്ടാണ് മാജിക്കൽ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ക്രിയേറ്റിവിറ്റി, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പം ആക്സസ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ഡിഫറെന്റ് ജേർണി തന്നെയാണ് ആക്സസ് ഈ പ്ലാനറ്റ് എർത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി എന്ന സ്റ്റേറ്റ്മെന്റ് നിരന്തരം നമ്മളോട് തന്നെ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ഒക്കെ അറിയുന്നവർ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാവരും തന്നെ ലൈക്ക് എന്താ പറയാ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഇതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. വാട്ട് അബൌട്ട് ബിയോണ്ട് സബ് കോൺഷ്യസ് മൈൻഡ്? സബ് കോൺഷ്യസ് മൈൻഡിനും ഇൻഡെപ്ത് ആയിട്ടുള്ള വേറെ മേഖലകളുണ്ട്. വേറെ ലൈക്ക് കോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്ന ഒരു സ്ഥലം. ആ കോൺഷ്യസ് ആക്സസിനകത്തോട്ട് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും മൈൻഡ് എന്നൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ആക്ച്വലി സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പോകേണ്ടതല്ല മനുഷ്യനെ കുറിച്ചിട്ടുള്ള അറിവ്. മൈൻഡ് എന്നുള്ള തലങ്ങളിൽ നിന്നും സോൾ എന്ന തലത്തിൽ നിന്നും ഒരു ഇൻഫിനൈറ്റ് ബീയിങ് എന്നൊരു തലത്തിലോട്ട് ഉയരുന്ന ഒരു യാത്രയിലാണ് ആക്സസ് കോൺഷ്യസ്നസ് ഉള്ളത്. മൈൻഡ്, സോള് എന്ന തലത്തിൽ നിന്നും അതും കഴിഞ്ഞ് ഇൻഫിനൈറ്റ് ബീയിങ് എന്നൊരു തലമുണ്ട് നമ്മളെല്ലാവർക്കും. അപ്പൊ ആ ഒരു തലത്തിലോട്ടുള്ള ഒരു യാത്രയാണ് ആക്സസ് കോൺഷ്യസ്നസ്. അതിന് നമ്മെ സഹായിക്കുന്ന പ്രോസസ്സുകളാണ് ആക്സസ് ബാർസ്, ആക്സസ് ഫേസ് ലിഫ്റ്റ്, ആക്സസ് ബോഡി പ്രോസസ്സുകൾ. അതോടൊപ്പം തന്നെ പണത്തെ കുറിച്ചാണ് പലർക്കും മേ ബി ഒരുപാട് കഴിവുണ്ടായിരിക്കാം, പക്ഷെ പണത്തിനെ കുറിച്ച് വല്ലാത്ത ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം. ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്ത് കൂടുതൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാകട്ടെ ഏതൊരു തലത്തിലും കോൺഷ്യസ്നസ് വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ആക്സസ് കോൺഷ്യസ്നസ്. സോ ഇറ്റ് ഇസ് എ സെൽഫ് ജേർണി ആണ്. ആൻഡ് ആക്ച്വലി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നിരന്തരം അഫേം ചെയ്യുന്ന വേർഡ്സിന് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ എന്ന് നമുക്കറിയാം. അതിന് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഈ ലോകം വളരെ പ്രയാസം നിറഞ്ഞതാണ്, ഇവിടുത്തെ ജീവിതം തന്നെ വലിയ വിഷമം നിറഞ്ഞതാണ് എന്ന നിരന്തര സങ്കല്പം നമ്മെ കൂടുതൽ പ്രയാസത്തിലേക്ക് നയിക്കുമെങ്കിൽ അതിനെ നേരെ കോൺഫ്ലിക്ച്വൽ യൂണിവേഴ്സസിലോട്ട് കൊണ്ടുവന്ന് ആ യൂണിവേഴ്സ് എപ്പോഴും വിഷമങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം എന്ന സങ്കല്പത്തിൽ നിന്ന് നമ്മുടെ ചിന്തയെ ആ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള തോട്ടിൽ നിന്ന് ആക്ച്വലി നമ്മൾ അതിനെ ചിന്തയെ മറിച്ച് ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റിന് തന്നെ നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി. ദാറ്റ് ഡസന്റ് മീൻ നമ്മുടെ ലൈഫിൽ പ്രയാസങ്ങൾ വരില്ല എന്നല്ല. കാരണം പ്രയാസം എന്നൊരു അവസ്ഥ തന്നെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. ചിലരെ സംബന്ധിച്ച് പ്രയാസം എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാം തമ്മിൽ തല്ലുകൂടുന്നതിനെ കുറിച്ചായിരിക്കും. മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് പ്രയാസം എന്ന് പറയുമ്പോൾ അയ്യോ ഇന്ന് എന്റെ പൂച്ചക്കുട്ടി ആഹാരം കഴിച്ചില്ല എന്ന് ആലോചിച്ചിട്ടായിരിക്കും. വേറൊരു ആളെ സംബന്ധിച്ച് പ്രയാസം എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് യാതൊരുവിധ പരിഗണനയും നൽകാത്തതായിരിക്കും. മറ്റൊരു വ്യക്തിയെ കുറിച്ച് അവർക്ക് പ്രയാസം എന്ന് പറയുമ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കാത്തതായിരിക്കും, ഓർ മക്കൾ ഒരിക്കലെങ്കിലും ഫോണിൽ വിളിച്ച് സംസാരിക്കാത്തതായിരിക്കും. സോ എന്താണ് പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. ബിക്കോസ് പ്രയാസം is always there. If we don't have any prayasam, we'll create prayasam based on something. നമുക്ക് ഒന്നിനെ കുറിച്ച് വിഷമിക്കാനില്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് വിഷമിക്കും, റൈറ്റ്? കാരണം നമ്മുടെ ചിന്താഗതിയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടായേ പറ്റൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊരു ഷിഫ്റ്റ് വരുത്തുവാൻ ആക്സസ് കോൺഷ്യസ്നസ് നമ്മെ സഹായിക്കും. അതിലൊരു ടൂളാണ് ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി എന്ന് പറയുന്ന ടൂളാണ്. ആ ഒരു ടൂൾ ആക്ച്വലി നമ്മൾ എന്ത് കാര്യത്തിന് പ്രയാസം എന്ന് കാണുന്നുവോ ആ സ്പേസിൽ നിന്നുകൊണ്ട് വീണ്ടും നമ്മൾ പറയാണ് എന്റെ ജീവിതമെല്ലാം ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി.
വീണ്ടും നമുക്ക് വിഷമം വരുന്നു എന്ന് വിചാരിക്കുന്ന ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും പറയാണ് ഓൾ ഓഫ് ലൈഫ് കംസ് ടു മീ വിത്ത് ഈസ് ജോയ് ആൻഡ് ഗ്ലോറി. ആൻഡ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അത് ശരിക്കും വലിയൊരു ഡിഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ആ ഒരു കോൺഷ്യസ് ഈ ലോകം പ്രയാസം നിറഞ്ഞതാണ് എന്നൊരു അവസ്ഥയിൽ നിന്ന് ഈ ലോകം പോസിബിലിറ്റീസിൻ്റെതാണ്, ഈ ലോകം സന്തോഷത്തിൻ്റെതാണ്. വാട്ട് ഇഫ് മെനി ഓഫ് us all together, നമ്മൾ ധാരാളം പേർ ഒരുമിച്ച് ചിന്തിക്കുകയാണ് ഈ ലോകം പോസിബിലിറ്റീസിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ് എന്ന് നമ്മൾ അനേകർ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിന് ഈ ലോകത്തിൽ ഒരു വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞാലോ? അതിനായിട്ടുള്ളൊരു ഇൻവിറ്റേഷനാണ് ഈ പ്ലാനറ്റ് എർത്തിന് നമ്മൾ ആക്ച്വലി ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഒരു അല്പം പുഞ്ചിരി സമ്മാനിക്കാനായിട്ട്. നമ്മുടെ സങ്കട കഥകളും ദുഃഖങ്ങളും ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച് പോകാനല്ല, നമ്മൾ ഓരോരുത്തരുടെയും അല്പം പുഞ്ചിരി സമ്മാനിക്കാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ആക്സസ് കോൺഷ്യസ്നസ്. ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഗ്രാറ്റിറ്റ്യൂഡോട് കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും അർത്ഥവത്തായി ജീവിക്കാനായിട്ട്, അങ്ങനെ നമ്മളെ സ്വയം പ്രാപ്തരാക്കുന്നതും ഇവിടെ സൈക്കോളജിസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ, നിങ്ങൾ ശരിക്കും സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വരദാനം തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ സമൂഹത്തിന് ഇന്ന് ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം മനുഷ്യർ WHO പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് സ്ട്രെസ് എന്ന് പറയുന്ന അനദർ പാൻഡമിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട്, ഈ ലോകം ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഈ ലോകത്തിന് നൽകുന്ന സംഭാവന, ഓരോ മനുഷ്യർക്കും നൽകുന്ന സംഭാവന, അവർ ഓരോരുത്തരെയും കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന സംഭാവന ചെറുതല്ല. സോ ഐ റിയലി റെസ്പെക്ട് ആൻഡ് വാല്യൂ ദിസ് പ്ലാറ്റ്ഫോം. അപ്പോ നിങ്ങൾ ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തർക്കും ഈ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന സേവനം എന്ന് പറയുന്നത് അത് ബിയോണ്ട് ആയിട്ടുള്ള സേവനമാണ് ചെയ്യാൻ കഴിയുന്നത്. സോ നമ്മൾ ഓരോരുത്തരുടെ അടുത്തോട്ട് കടന്നു വരുന്ന ഓരോ മനുഷ്യരും ചിരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, കരഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഓരോ മനുഷ്യരും ചിരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഈ ഭൂമിക്ക് നൽകുന്നത് വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ആക്സസ് കോൺഷ്യസ്നസ് അതിലെ പ്രോസസ്സുകളൊക്കെയും തീർച്ചയായും നിങ്ങളുടെ ആ ജേർണിയിൽ സഹായിക്കും എന്നാണ് വേൾഡ് വൈഡിലുള്ള ആക്സസ് പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകളൊക്കെയും തങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വിലയിരുത്തുന്നത്. ഇവിടെ കേരളത്തിലും പലരും പഠിച്ചിട്ടുണ്ട്. ആൻഡ് അവർക്കും പറയാനുള്ളത് തന്നെയാണ്, തങ്ങളിലേക്ക് കടന്നു വരുന്ന പലരെയും സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ആക്സസ് കോൺഷ്യസ്നസ് ഈ പ്രോസസ്സുകളോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് സ്വയം നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഏത് ഡോക്ടറിനായിരുന്നാൽ പോലും, മറ്റുള്ളവർക്ക് മരുന്ന് നൽകുന്ന ഡോക്ടറിനായിരുന്നാൽ പോലും അസുഖം വരാം. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മളും പ്രയാസങ്ങളുടെ അവസ്ഥയിലേക്ക് കടന്നു പോവാം. ആൻഡ് പ്രയാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ അതർ പീപ്പിൾ. നമ്മളൊരു പ്രൊഫഷൻ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രയാസം വരില്ല എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മളെയും എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആക്സസ് കോൺഷ്യസ്നസ് സഹായിക്കുന്നു. ഈ പ്രോസസ്സുകളൊക്കെയും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 32 പോയിന്റ്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ എല്ലാ മേഖലയെയും, എനർജി പോയിന്റ്സ് ആണ്, മനുഷ്യന്റെ എല്ലാ മേഖലയെയും ടച്ച് ചെയ്തിട്ടുള്ളൊരു പോയിന്റ്സ് ആണ് ഈ 32 പോയിന്റ്സ്. ധാരാളം റിസർച്ചസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് 30 years ആയിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് 12 years ആയിട്ടും അതോടൊപ്പം സയൻസ് ബാക്ക്ഡപ്പ് ആയിട്ടുള്ള കുറെ റിസർച്ചസും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സയന്റിഫിക്കലി 100% പ്രൂവൺ ആയിട്ടൊന്നും അപ്രൂവ് ചെയ്തിട്ടില്ല. ഒരു വൈദ്യശാഖയായിട്ടൊന്നും ഇതുവരെ അപ്രൂവ് ചെയ്തില്ല. മേ ബി അനദർ 30 or 50 years കഴിയുമ്പോഴത്തേക്കും ഒക്കെ അപ്രൂവ് ചെയ്യുമായിരിക്കാം. We don't know about the future. But currently, it is not approved in that way. However, റിസർച്ചസ് നടക്കുന്നുണ്ട്. ആൻഡ് റിസർച്ചസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും അതിന്റെ കൂടുതൽ പേപ്പേഴ്സ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കോൺഷ്യസ്നസിനെ റീച്ച് ചെയ്ത് അവരിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇഫ് നിങ്ങൾക്ക് ആക്ച്വലി എവിടെയെങ്കിലും ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൈറ്റ്? ഇതാണ് എനിക്ക് ആക്സസ് കോൺഷ്യസ്നസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഈ ബോധം, എന്താണ് ഈ കോൺഷ്യസ്നസ്? കോൺഷ്യസ്നസ് ഇസ് ലൈക്ക്
ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു മുറിക്കകത്ത് ഒരു ലൈറ്റ് കൊണ്ട് കത്തിച്ചാല് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കാണുന്ന ആ കാഴ്ചേനെയാണ് ഇവിടെ കോൺഷ്യസ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബീയിങ് പ്രസന്റ് മൊമെന്റിലായിരിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഫ്യൂച്ചറിലോട്ട് ഓടിക്കൊണ്ട് നടക്കാതെ ആൻഡ് പാസ്റ്റ് പലരുടെയും ലൈഫ് എടുത്ത് നോക്കുമ്പോൾ 20 years ബാക്കും 30 years ബാക്കും നടന്നിട്ടുള്ള ചെറിയ ചെറിയ ഇവന്റ്സിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാതെ വിഷമിക്കുന്നവരെ കാണാൻ പറ്റും. അവർ കീപ്പ് ഓൺ ആ ലൂപ്പിൽ തന്നെ വീണ്ടും 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 പണ്ട് എന്നോട് അവർ അങ്ങനെ പറഞ്ഞു, പണ്ട് എന്നോട് അവർ ഇങ്ങനെ ചെയ്തു, ആ ഒരു അവസ്ഥയിൽ തന്നെ വീണ്ടും 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 പുറകിലോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. സോ അപ്പൊ അതൊക്കെ റിലീസ് ചെയ്തിട്ട് ഈ മൊമെന്റിലായിരിക്കാനായി നമ്മെ സഹായിക്കുന്നുണ്ട് ആക്സസ് കോൺഷ്യസ്നസ്. മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് നമ്മളാകുന്ന ദിവ്യത്വം നമ്മൾ ഓരോരുത്തരും പലരും വിശ്വസിക്കുന്നത്, നമ്മള് യുക്തിവാദികൾ എങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു ഈശ്വര വിശ്വാസി വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും ദൈവിക ചൈതന്യം അല്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാണ്. തീർച്ചയായും ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരസ്പർശം നമ്മളിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിൽ ആ കരസ്പർശം അത് ആനന്ദത്തിൻ്റെതാണ്, അത് നിരാശയുടേതോ പെയിനിൻ്റെതോ അല്ല. ആ ആനന്ദം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട്, ആ ഹാപ്പിനെസ് അതിലോട്ട് നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കാനായി നമ്മെ ഈ ആക്സസ് കോൺഷ്യസ്നസ് സഹായിക്കും. ലെറ്റ്സ് സേ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാറ്റിന്റെ പിറകെ ഓടിക്കൊണ്ട് നടക്കാണ്, റൈറ്റ്? നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പലതിൻ്റെയും പുറകെ നമ്മൾ ഓടുന്നുണ്ട്. പക്ഷേ മറ്റെന്തൊരു കാര്യത്തിന് നമുക്ക് ടെമ്പററി ആയിട്ട് മാത്രമാണ് സന്തോഷം തരാൻ പറ്റുന്നത്. ആൻഡ് ആഫ്റ്റർ സം ടൈം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സന്തോഷം എവിടെ? എന്തൊരു കാര്യം, ഏതൊരു കാര്യം, ഒരു എഡ്യൂക്കേഷൻ ആവട്ടെ, ഓർ ഒരു ക്ലയന്റ് ആവട്ടെ, ഓർ ഒരു വിവാഹം ആവട്ടെ. വിവാഹത്തെ കുറിച്ച് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും റൈറ്റ്, വിവാഹവും ചില സമയത്ത് ടെമ്പററി ആയിട്ട് മാത്രമായിരിക്കും ഹാപ്പിനെസ് തരുന്നത്. പിന്നീട് അങ്ങോട്ട് ഇടിയാണോ ഗുസ്തിയാണോ എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് അറിയാവൂ. എന്നൊരു കാർ ആകട്ടെ, ഒരു മെറ്റീരിയൽ പൊസഷൻ ആകട്ടെ, അംഗീകാരങ്ങളാകട്ടെ, ഏതൊരു മേഖലയും ഇറ്റ്സ് ഗിവിംഗ് ഹാപ്പിനെസ് ഫോർ എ ടെമ്പററി പീരിയഡ്. എന്തുകൊണ്ടാണ് നമുക്ക് നിരന്തരമായിട്ട് ആ സന്തോഷം നിലനിൽക്കാത്തതെന്ന് ചോദിച്ചാല്, പുറമെയുള്ള ഏതൊന്നിനും നമുക്ക് ടെമ്പററി ആയിട്ട് മാത്രമേ സന്തോഷിപ്പിക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ ഉള്ളിലെ ബീയിങ്ങിന് മാത്രമാണ് ആ നിരന്തരമായ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചലിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ആ സന്തോഷം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അതൊരു പേഴ്സണൽ സെൽഫ് ജേർണിയാണ്. ആ സ്ഥലം, ആ സ്പേസിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ള ആ ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇപ്പൊ ഞാൻ ഈ ടോക്കിന്റെ തുടക്കത്തില് ചോദിച്ചിരുന്നു, മനുഷ്യൻ എത്ര ശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യനുള്ള ഒരു കുഞ്ഞ് അവയർനെസ് ആണ് എന്റെ ബോധ്യത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് അവയർനെസ്സിലാണ് ഞാൻ പറയുന്നത്. പലർക്കും ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് പല വിഭാഗത്തിലുള്ളവർക്കും പല കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും പല റിലീജിയനിലുള്ളവർക്കും പലതാണ് ആൻസേഴ്സ്. ബട്ട് അതിനും ഒക്കെ എല്ലാ ആൻസേഴ്സും എത്തിപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. ദൈവത്തിന്റെ അടുത്ത് എത്തണം എന്ന് വിചാരിക്കുന്നവരും ഓർ എവിടെയാണെങ്കിലും പീപ്പിൾ ആർ ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു ഇന്റേണൽ ഹാപ്പിനെസ് ആണ്. ആ ഒരു ഹാപ്പിനെസ് ജേർണിയില് അനന്തമായ പരമമായ ആനന്ദം, നിരന്തരമായ ആനന്ദം, വാട്ട് എവർ ദ എക്സ്റ്റേണൽ സിറ്റുവേഷൻസ്, ജോലി ഉണ്ടെങ്കിലും ജോലി നഷ്ടപ്പെട്ടാലും, വിവാഹം സക്സസ്ഫുൾ ആയാലും വിവാഹം സക്സസ്ഫുൾ ആയില്ലെങ്കിൽ, കുഞ്ഞുങ്ങൾ ഉണ്ടായാലും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, സമ്പത്ത് ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടാലും സമ്പത്ത് ഉണ്ടായില്ലെങ്കിൽ, ഓർ സമ്പത്ത് ഉണ്ടെങ്കിലും, ഏത് സാഹചര്യത്തിലും നമുക്ക് പൂർണ്ണമായും ആനന്ദമായിട്ടിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് സ്വർഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ആ ഒരു സ്പേസിൽ എത്തിപ്പെടാനായിട്ടുള്ള ഒരു ജേർണിയാണ് ആക്സസ് കോൺഷ്യസ്നസ്. ആൻഡ് വി ആർ സോ പവർഫുൾ.
നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, നമ്മളെ തിരിച്ചറിയുന്നില്ല. ഒരിക്കൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായ മറ്റൊന്നും ഉണ്ടാവില്ല. അത് ആരാണ് എന്താണെന്ന് ചോദിച്ചെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുമാണ്. എന്നെ ഡിഡോ മാം, ഡിഡോ അലക്സ് മാം ആൻഡ് ജോൺ ബേബി സാറും ജോൺ സാറും ഒക്കെ, ജോസഫ് ജോൺ സാറും ഒക്കെ, ഹിത മാമും ഒക്കെ എന്നെ വളരെ മഹനീയമായ വ്യക്തിത്വം എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന നമ്മൾ 100 പേര് ഓർ ഇനി ഫ്യൂച്ചറിൽ യൂട്യൂബിലൂടെ കാണാൻ പോകുന്ന ആരൊക്കെ ഉണ്ടോ, നമ്മൾ ഓരോരുത്തരും മഹനീയമായ മഹത്തായ വ്യക്തിത്വങ്ങളാണ്. ആ സ്പേസിലോട്ടാണ്, അതിലോട്ടുള്ളൊരു ജേർണിയാണ് ആക്സസ് കോൺഷ്യസ്നസ്സും ആക്സസ് പ്രോസസ്സുകളും എല്ലാം. താങ്ക് യു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് സംസാരിക്കാൻ അവസരം നൽകിയ പ്ലാറ്റ്ഫോമിനും ഇതിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന സകലർക്കും, ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും ഒക്കെ പ്രവർത്തിക്കുന്ന സകലർക്കും ഒരുപാട് 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 സ്നേഹത്തോടു കൂടി നന്ദി. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ജീവിക്കുന്ന മാലാഖമാരാണ്. താങ്ക് യു. ക്വസ്റ്റ്യൻ ആൻസർ ആണോ? ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈം ആണോ? ഐ ഡോണ്ട് നോ. അതെ, എല്ലാവർക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ കേട്ടോ, പ്ലീസ്. Thank you so much, ma'am, for such an eye-opening and powerful. താങ്ക് യു. സോ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. You, ma'am. God bless you. God bless you too. Alright. So questions ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷമാണ്, കാരണം എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഈ 32 എനർജി പോയിന്റ്സ് എന്ന് പറഞ്ഞില്ലേ, Yes, ma'am. അത് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പറയാമോ? എവിടെയാണ്? Okay. സോ ഇത് ഗ്യാരിയുടെ കൺസെപ്റ്റ് ആണ്. ഞാൻ ഗ്യാരി മനസ്സിലാക്കിയതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇവിടെ നമ്മുടെ ഈ ചെവിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ്, ഞാൻ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഈ ചെവിയുടെ ഇവിടെ നിന്ന് ഒരു 2 വിരൽ ഇപ്പുറത്ത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, നമുക്ക് എനർജി പോയിന്റ് ആണ്. ഈ പോയിന്റ് ഇറ്റ്സ് റിലേറ്റഡ് ടു മണി ആണ്, പണത്തെ കുറിച്ച്. അപ്പൊ ഈ പോയിന്റ് ആക്ച്വലി മണി ബാസ് റൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി കുറെ തവണ, ലൈക്ക് ഒരു 5-10 മന്ത്സ് ഒക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് മണി ബാസ് റൺ ചെയ്ത് കഴിഞ്ഞാല് മണീനെ കുറിച്ച്, പണത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആശങ്കകളൊക്കെ മാറാൻ തുടങ്ങും. ആൻഡ് ഈ ആശങ്കകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന പല ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ പണം വരാനുള്ള അവസ്ഥേനെയൊക്കെ നമ്മൾ തടഞ്ഞു വെച്ചേക്കുന്നത്. ഈ ആശങ്കകൾ, ആ ജഡ്ജ്മെന്റ്സ്, ഫിയർ, അതൊക്കെ നമ്മളിൽ നിന്ന് റിലീസ് ആവുമ്പോൾ തന്നെ വരാനുള്ള സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് തുറന്നേക്കാം. സോ ദിസ് ഇസ് എ പോയിന്റ് വേർ യു ക്യാൻ ആക്ച്വലി ദിസ് മണി പോയിന്റ്. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഇതും കൂടെ പറഞ്ഞുതരാം. നമ്മള് ഭൂമിയുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആയിരിക്കുമോ അത്രത്തോളം നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ലെറ്റ്സ് സേ നമ്മൾ റൂമിനകത്തിരുന്നാൽ, ഒരു 2 ദിവസം റൂമിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു സ്ട്രെസ് ഓർ ടെൻഷൻ ഒക്കെ ഉണ്ടാവുമെങ്കിൽ കുറച്ചു സമയം നമ്മൾ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതിയോട് അലിഞ്ഞിരുന്ന് കഴിഞ്ഞാല് നമ്മൾ വളരെയധികം റിലീസ് ആവുന്നത്, ഹാപ്പി ആവുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ, എന്റെ പേഴ്സണൽ അനുഭവം അതാണ്. അപ്പൊ ഭൂമിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ് എന്ന് വെച്ചാല്, ഇത് നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാളും മറ്റൊരു വ്യക്തിയുമായിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരു 45 മിനിറ്റ്സ് അവരുടെ കാൽ മീൻസ് സോൾസ് ഓഫ് ദ ഫീറ്റിൽ തൊട്ടിട്ട് റീസ്റ്റോറേഷൻ ഓഫ് കമ്മ്യൂണിയൻ വിത്ത് എർത്ത് ഒരു 45 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ കാലിൽ തൊട്ടിട്ടിരിക്കുമ്പോഴത്തേക്കും കൂടുതൽ അവര് ഇൻഫിനിറ്റ് ബീയിങ് ബോഡിയിൽ എംബോഡീഡ് ആവുകയും നേച്ചറുമായിട്ട് വല്ലാത്തൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് കൂടുതൽ ഭൂമിയുമായിട്ട് നമുക്ക് വളരെ പ്രസന്റ് ആയിരിക്കാനായിട്ട് സാധിക്കും. വളരെ വേഗം സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സ്ട്രെസ് മാറാനായിട്ട് ആക്ച്വലി ഇംപ്ലാന്റ് ബാസ് മീൻസ് ഇവിടെ നമുക്ക് കുറെ പോയിന്റ്സ് ഉണ്ട്. അത് ഒരു 10 മിനിറ്റ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ
പെട്ടെന്നുണ്ടാകുന്ന ടെൻഷൻ വെപ്രാളമൊക്കെ മാറാനായിട്ട് സാധിക്കും. സോ ദർ ആർ സോ മെനി തിങ്സ്. താങ്ക് യു. Acupressure points ഇതായിട്ട് കണക്റ്റഡ്. അക്യുപ്രഷർ Acupressure points ഇല്ലേ? ഇല്ല മാം. അക്യുപ്രഷർ പോയിന്റ്സ് ഇതുമായിട്ട് ഒന്നും കണക്ഷൻ ഇല്ല. ഇത് എനർജി ബേസ്ഡ് പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് മർമ്മ പോയിന്റ്സോ അങ്ങനൊന്നും അല്ല. ഇത് പ്യൂർലി എനർജി ബേസ്ഡ് ആണ്. നമ്മളിത് ഇന്റൻസീവ് ആയിട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് എനർജിയെ സെൻസ് ചെയ്യാൻ കഴിയും. ലെറ്റ്സ് എനർജിനെ സെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുക വാട്ട് ഇസ് ദിസ് എനർജി. ചിലർക്ക് ആക്ച്വലി എന്താണ് എനർജി എന്ന് മേ ബി ഡൗട്ട് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുന്നത്, എനർജി മീൻസ് നമ്മൾ ആക്ച്വലി നമുക്ക് അമ്മേനോട് തോന്നുന്ന സ്നേഹം, ഇറ്റ് ഇസ് ലവ്. ഓക്കെ, ആ ഒരു അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്ലോ നമുക്ക് കണ്ണിൽ കാണാനോ എടുക്കാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു മാഗ്നിഫിഷ്യന്റ് ആയിട്ടൊരു ഫ്ലോ ഉണ്ട്. ദാറ്റ് ഇസ് എൻ എനർജി. അമ്മയും നമ്മളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹം. ആ സെയിം എനർജി അല്ല നമുക്ക് വളരെ സ്നേഹമുള്ള ഹസ്ബൻഡ് ആയിട്ടോ ഭാര്യയായിട്ടോ തോന്നുന്നത്. ഇറ്റ്സ് എ എൻറ്റയർലി ഡിഫറെന്റ് എനർജിയാണ് അവിടെ വർക്ക് ആവുന്നത്. സോ എനർജി അത് ആക്ച്വലി വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എനർജീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഈ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ എനർജി ലാംഗ്വേജ് നമുക്ക് സെൻസ് ചെയ്യാനും മനസ്സിലാകാനും തുടങ്ങും. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ശക്തി കൂട്ടാൻ വല്ലതുണ്ടോ മാം? എന്തോ ഓർമ്മശക്തി കൂട്ടാൻ മെമ്മറി ഇതിനകത്ത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്താൽ എന്തെങ്കിലും ഒരു രോഗം മാറുമെന്നോ ഓർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഈ പ്രോസസ്സ് ചെയ്യുന്ന ചിലര് പറയുന്നത് അവർക്ക് വളരെയധികം ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഇതൊരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമോ വൈദ്യശാസ്ത്രമോ അല്ല. ഓക്കെ, ഇത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു രോഗം മാറുമെന്ന് യാതൊരുവിധ പ്രോമിസും ഇല്ല. കോൺഷ്യസ്നെസ് വർദ്ധിക്കാം, ഹാപ്പിനെസ് സംഭവിച്ചാൽ ഒരു ബോണസ് എന്ന് കരുതിയാൽ മതി. താങ്ക് യു. ഒരു ചോദ്യം ചോദിക്കട്ടെ മാം? ചോദിക്കൂ സർ. ഓൺലി വൺ ക്വസ്റ്റ്യൻ. സോ മാം പറഞ്ഞതിനെ ഒരു വാചകത്തിൽ ചുരുക്കുകയാണെങ്കിൽ, access consciousness through 32 pressure points. Is it right? No, it's not right. Access consciousness-ലെ ഒരു ക്ലാസ്, ആക്സസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ട് ധാരാളം സബ്ജക്റ്റിനെ കുറിച്ച് ക്ലാസ്സുകളുണ്ട്. നമ്മുടെ മനുഷ്യർ ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്ന മീൻസ് മണി പ്രോബ്ലംസ് ആൻഡ് അതോടൊപ്പം തന്നെ സെക്ഷൽ ഇഷ്യൂസ് ആണെങ്കിൽ അത് അങ്ങനെ, ഓർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് മേഖലകളെ ചുറ്റിപ്പറ്റി ധാരാളം ക്ലാസ്സുകൾ ഉണ്ട്. ഇതിനകത്ത് വൺ ഓഫ് ദി കോർ ക്ലാസ് ആണ് ആക്സസ് ബാർസ് എന്ന് പറയുന്ന ക്ലാസ്. ആ ബാർസ് ക്ലാസ്സിനകത്തുള്ള ഒരു കുഞ്ഞു പ്രോസസ് ആണ് 32 പോയിന്റ്സ് വരുന്നത്. ഓക്കെ മാഡം, ഞാനൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ സർ. മാഡം, ദീസ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി വാട്ട് വി മീൻ? ഒരു കുട്ടിയുടെ കോൺഷ്യസ്നെസ്സും പ്രായപൂർത്തിയായവരുടെ വ്യത്യാസം ഉണ്ടാവും. ഒരു ക്രിമിനലിന്റെ കോൺഷ്യസ്നെസ്സും ഒരു നീതിമാന്റെ കോൺഷ്യസ്നെസ്സും വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അതെ. എക്സാക്ട്ലി വാട്ട് ഇസ് ദിസ് കോൺഷ്യസ്? ഹൗ ഡു യു ഡിഫൈൻ എ കോൺഷ്യസ്നെസ്? നമുക്ക് കോൺഷ്യസ്നെസ്സിനെ നമുക്ക് ആക്ച്വലി ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കുക, കൊച്ചു കുട്ടിയാണെന്ന് കരുതിയിട്ട് അത് കൊച്ചുകുട്ടിയൊന്നുമല്ല, കൊച്ചുകുട്ടിയുടെ ബോഡിയിൽ ഇരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവർ ആക്ച്വലി ഒരു ഇൻഫിനിറ്റ് ബീയിങ് ആണ്. അവർ നമ്മളെ പോലെ ഒരു ഇൻഫിനിറ്റ് ബീയിങ് ആണ്. ആൻഡ് അവരുടെ കോൺഷ്യസ്നെസ് ആക്സസ് ആക്ച്വലി കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീയിങ് പ്രസന്റ് ഇൻ എവ്രി മൊമെന്റ്. ഇറ്റ് ഡസ് നോട്ട് ജഡ്ജ് എനിത്തിങ് ആൻഡ് ഇൻക്ലൂഡ്സ് എവ്രിതിങ്. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ആക്സസ് കോൺഷ്യസ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോധപൂർവമായിരിക്കുക, ഒന്നിനെയും വിധിക്കരുത്, എല്ലാറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
ഓരോ സാർ ചോദിച്ചത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു നീതിമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നസ് ഡിഫറെന്റ് ആയിരിക്കും, ആൻഡ് ഒരു കള്ളൻ എന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നസ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ കോൺഷ്യസ്നസ് ബേസ് ചെയ്തിട്ടാണ് അവരുടെ ജീവിതം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കള്ളൻ എന്ന് വിധിക്കപ്പെട്ട വ്യക്തിയുടെ കോൺഷ്യസ്നസ്സിലെ റൈറ്റ്നെസ്സും റോങ്നെസ്സും ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിന് നീതിമാനായി മാറാം. Thank you, madam. താങ്ക് യു സർ. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ സർ? യു കൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. It's a big subject. Yeah, it is a very vast subject, and And also- actually it cannot be explained in a word, it cannot be explained in half an hour. It is something we have to digest with. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് കോൺഷ്യസ്നസ്. ആൻഡ് കോൺഷ്യസ്നസ് മെറ്റാഫിസിക്കൽ വേൾഡിൽ പറയുന്ന കോൺഷ്യസ്നസ് അല്ല ആക്സസ് കോൺഷ്യസ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് കോൺഷ്യസ്നസും മെറ്റാഫിസിക്കൽ വേൾഡിലും പറയുന്ന കോൺഷ്യസ്നസ് രണ്ട് ഡിഫറെന്റ് ആണ്. Whereas actually metaphysical community consciousness is a separation from everything, or ബോധതലത്ത് ഉയരുക എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാറ്റിനോടും ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ആണെങ്കിൽ കോൺഷ്യസ്നസ് ഇൻ ആക്സസ് കോൺഷ്യസ്നസ് ഇസ് ലൈക്ക് ആസ് പാർട്ട് ഓഫ് വൺനെസ് വി ഇൻക്ലൂഡ് എവ്രിതിങ്. നല്ലവനും കള്ളനെന്ന് വിധിക്കപ്പെട്ടവനും നല്ലവനെന്ന് വിധിക്കപ്പെട്ടവനും അഹങ്കാരിയും ദുഷ്ടനും ചെറിയവനും വലിയവനും എല്ലാം ചേർന്ന ഒരു വൺനെസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ മാം ഒരു സമഗ്രമായ പദ്ധതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് മാം, അല്ലേ? നമ്മളെല്ലാം ഒരേ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഓക്കെ ഓക്കെ. എത്ര സമയം, എത്ര കാലം എടുക്കും, എത്ര കോഴ്സ് ഒരു മാം ഉദ്ദേശിക്കുന്ന ലെവലില് എത്താനായിട്ട്? ഇതൊരു വലിയ ചോദ്യമാണ് സർ. എത്ര കാലം എടുക്കും, എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ABCD ആയിരുന്നാലും പഠിക്കാനായിട്ട് ഓരോ കുട്ടികളും ഓരോ തലത്തിലെ സമയമാണ് എടുക്കുന്നത്. ഒരു ക്ലാസ്സിൽ തന്നെ ടീച്ചർ ഒരു കാര്യം പറയുന്നത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ ടൈം പീരീഡ് വേണം. ചിലർക്ക് ചിലപ്പോൾ ടീച്ചർ പറയുന്ന സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ അത് അവരുടെ ജീവിതത്തിൽ എന്നേക്കും ഓർമ്മയിരിക്കുമായിരിക്കും. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ എഴുതി പഠിക്കണം, കാണാതെ പഠിക്കണം, ട്യൂഷൻ പോകണം, എക്സ്ട്രാ ക്ലാസ് പോകണം. ഇനി ഇതൊക്കെ ചെയ്താലും മനസ്സിലാകാത്ത കുട്ടികളുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തികളുടെയും കോൺഷ്യസ്നസ് ലെവൽ അനുസരിച്ച് അവരുടെ യാത്ര, അവരുടെ ജേർണി അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് ഏതേത് ലെവലില് എങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന അത് അവർക്ക് മാത്രം വിധിക്കാൻ കഴിയുന്ന, അവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ടോക്ക് ഇത്രയും സമയം സംസാരിച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുള്ളത് ഓരോ രീതിയിലായിരിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നസ് ലെവൽ എന്താണെന്ന് മറ്റൊരു വ്യക്തിക്കും അളക്കാനായിട്ട് സാധിക്കില്ല. അതൊരു പ്രായം കൊണ്ടോ, ജെൻഡർ ബേസ് കൊണ്ടോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ടോ, പണത്തിന്റെ ഇത് വെച്ചിട്ടോ ഒന്നും നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് ആക്ച്വലി യുണീക് ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ സ്നോഫ്ലേക്ക്. ഓക്കെ, ഫർദർ പ്രോഗ്രസിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് സാർ? ഫർദർ പ്രോഗ്രസിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഫർദർ പ്രോഗ്രസിനായിട്ട് സാറിന് ആക്ച്വലി ഇപ്പൊ ധാരാളം മേഖലയുണ്ട് ആക്സസ് ക്ലാസ്സുകൾക്ക്. അപ്പൊ എന്ത് ക്ലാസ് ആണ് സാറിന്? ഇപ്പൊ ഞാൻ മാത്രമല്ല ക്ലാസ് പഠിപ്പിക്കുന്നത്. ആക്സസ് കോൺഷ്യസ്നസ് ഫെസിലിറ്റേറ്റർ ആയിട്ട് ഇപ്പോ നിലവിൽ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഇന്ത്യയിലൊക്കെ ധാരാളം പേരുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും ധാരാളം പേരുണ്ട്. ഫെസിലിറ്റേറ്റേഴ്സ് നമുക്ക് കേരളത്തിൽ ധാരാളം പേരുണ്ട്. എന്ത് ക്ലാസ്സിലാണ് സാർക്ക് അറിയേണ്ടത്? ഏത് കാര്യത്തിലാണ് കൂടുതൽ ക്ലാരിറ്റി വേണ്ടത്? മേ ബി കോൺഷ്യസ്നസ് ഒന്നും വേണ്ടായിരിക്കാം, പണത്തിന്റെ കാര്യത്തിലായിരിക്കും ക്ലാരിറ്റി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ തരത്തിലുള്ള ക്ലാസ്സസ് സാറ് ചൂസ് ചെയ്യണം. ക്ലാസ്സസ് ഇപ്പൊ എന്റെ ക്ലാസ്സസ് ആണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഓരോരോ ക്ലാസ്സസ് ഞാൻ ഇങ്ങനെ പോസ്റ്റേഴ്സ് അയക്കാറുണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അഡ്മിൻസ് പെർമിഷൻ തരും എങ്കിൽ. ഞാൻ ഗവാനിയുടെ നമ്പർ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. 77 എന്നുള്ള തുടങ്ങുന്ന നമ്പർ. അതെ, അപ്പൊ എന്റെ നമ്പർ ആക്ച്വലി സാർ അയച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇത് എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യം അല്ല എന്ന് കൂടി പറയട്ടെ. നിങ്ങൾ ഓരോരുത്തർക്കും ഈ ബോധ്യം നേടിയെടുത്തിട്ട് നിങ്ങൾക്കും ഈ ലോകത്തിനും സമൂഹത്തിനുമായിട്ട് പങ്കുവയ്ക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബേസിക്കലി ഒരു ചോദ്യം ചോദിക്കാവുന്നത്, ഒരു ഫെസിലിറ്റേറ്റർ ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫെസിലിറ്റേറ്റർ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരല്പം ഗ്രാഹ്യം നമുക്ക് വേണം. അപ്പൊ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ഒരല്പം ഗ്രാഹ്യം വേണമെങ്കിൽ ഒരല്പം ഇൻഡെപ്തിൽ പഠിക്കാനായിട്ട് വ്യത്യസ്തരായിട്ടുള്ള 3 ഡിഫറെന്റ് ഫെസിലിറ്റേറ്റർ എടുത്തുനിന്ന് നമ്മൾ ഈ ക്ലാസ് പഠിക്കണം. മേ ബി ഒരു വ്യക്തി ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഭാഷയിലായിരിക്കില്ല മറ്റൊരു വ്യക്തി ഇതേ കാര്യം പറഞ്ഞു തരിക. അപ്പൊ കൂടുതൽ നമുക്ക് അതിനൊരു നോളജ് ലഭിക്കും. സോ കാരണം നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പോകുന്നവരല്ലേ. ഫെസിലിറ്റേറ്റർ ആകാനായിട്ട്, ഫെസിലിറ്റേറ്റർ മീൻസ് വി ആർ ഗോയിങ് ടു ടീച്ച് അതേഴ്സ്. അപ്പൊ അത് ആക്ച്വലി 3 പേരിൽ നിന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ കമ്പനിയാണ്, ഇത് സ്വകാര്യ കമ്പനിയാണ്, അവരുടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ലൈസൻസ് എടുത്താൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് സർ. 1 ഇയറിലത്തേക്കാണ് ലൈസൻസ് കിട്ടുന്നത്. ഒരു വർഷം. 1 വർഷത്തേക്കാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. അത് ആക്ച്വലി പഠിപ്പിക്കാൻ മീൻസ് നമുക്ക് വേൾഡ് വൈഡ് പഠിപ്പിക്കാനുള്ള പെർമിഷൻ ആണ്. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു എ പ്ലേസ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി സാറിന്റെ ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഫെസിലിറ്റേറ്റർ ആകാൻ ഏകദേശം എന്ത് ചെലവ് വരുന്നതും കൂടി പറയാമോ? ചെലവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ബേസ്ഡ് ഓൺ കൺട്രീസ് കോസ്റ്റ് ഡിഫറെന്റ് ആണ്. നമ്മളിത് യൂട്യൂബിനകത്ത് ഇടുമ്പോഴത്തേക്കും പല രാജ്യത്തുനിന്ന് ഇത് കാണുന്നവരുണ്ടായിരിക്കും. സോ ആക്സസ് ബാർസ് പഠിക്കാനായിട്ട് നോർമൽ പേയ്മെന്റ് വരുന്നത് 40,000 റുപ്പീസ് ആണ്, 40,000 രൂപയാണ്. എന്നാൽ ഇന്ത്യയിൽ അതിന്റെ 75% ആണ് വരുന്നത്. ഇത് ആക്ഷൻ പിന്നെ നമ്മൾ രണ്ടാമതും മൂന്നാമതും ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ ഹാഫ് പേയ്മെന്റ് ആണ് വരുന്നത്. ഇത് ഇപ്പോഴുള്ള ക്ലാസിന്റെ അവർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസിനെ കുറിച്ചാണ് പറഞ്ഞത്. മേ ബി അവർ ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ കുറയ്ക്കുമായിരിക്കാം ഓർ കൂട്ടുമായിരിക്കാം. അവരുടെ ക്ലാസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഇതിന്റെ നമ്മൾ ഫീസ് നമുക്ക് സ്വയം നിശ്ചയിക്കാനൊന്നും സാധിക്കില്ല. കാരണം യൂണിഫോമിറ്റി ഉണ്ട്. ആര് പഠിപ്പിച്ചാലും ഒരേപോലെ ഫീസ് വാങ്ങാവൂ, കോമ്പറ്റീഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഇതിലാണ് തന്നെ ചെയ്തേക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ എത്ര ഫെസിലിറ്റേഴ്സ് ഉണ്ട്? അത് സാർ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ www.accessconsciousness.com പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന് നോക്കിക്കഴിഞ്ഞാല് കുറെ ഫെസിലിറ്റേറ്റേഴ്സിന്റെ ലിസ്റ്റ് വരും. അതിനകത്ത് നമുക്ക് കേരളത്തിലുള്ളവരുടെ ലിസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 20 പേരെങ്കിലും ഉണ്ടാവും. എനിക്ക് പരിചയമുള്ളവരെല്ലാരും തന്നെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് കൊണ്ടുനടക്കുന്നതെന്ന് അറിയാം. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യണത് എന്നുള്ളത് അറിയാം. അവരുടെ പ്രൊഫഷനിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, താങ്ക് യു സോ മച്ച് ഫോർ അക്നോളജിങ് ദാറ്റ് സർ. വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ സന്തോഷമാണ്. അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇല്ലല്ലോ. ഹാപ്പിനെസ്സും തന്നെയല്ലേ ഏറ്റവും വാല്യുബിൾ പ്രോഡക്റ്റ്. നമുക്കൊന്ന് ഈഗോലെസ് ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുക, അതൊക്കെ ശരിക്കും ഇറ്റ്സ് റിയലി വാല്യുബിൾ. നമ്മൾ വിചാരിക്കും ഓക്കെ എന്താ കുറച്ചേരം ചിരിക്കാനായിട്ടാ ഇത്ര കാശ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അറിവേറും തോറും ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ മനുഷ്യർക്ക്. അപ്പൊ ശരിക്കും ഈഗോലെസ് ആയിട്ട് ചിരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു സ്റ്റേജ് ആണെന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാം ടോസ്റ്റ് മാസ്റ്റർ ആണെന്നൊക്കെ അല്ലേ? ആണല്ലോ അല്ലേ? ടോസ്റ്റ് മാസ്റ്ററിൽ ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ടോസ്റ്റ് മാസ്റ്ററിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ എനിക്ക് ബെസ്റ്റ് സ്പീക്കറിനുള്ള ഒരു കുഞ്ഞ് അവാർഡൊക്കെ കിട്ടിയിരുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു ദുബായിലായിരുന്ന സമയത്ത്, മെനി ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ഞാൻ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റർ ആണ്. അപ്പൊ മാമിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ടോസ്റ്റ് മാസ്റ്ററൊക്കെ പോലെ തന്നെ ഫേമസ് ആണോ ഈ ആക്സസ് കോൺഷ്യസ്നസ് ഇൻ ദ വേൾഡ്? സാർ തന്നെ റിസർച്ച് ചെയ്യൂ. ഓക്കെ. കാരണം എന്നോട് ചോദിക്കുമ്പോ ഞാൻ ഫുള്ള് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്നവര്, ഈ പ്രോസസ്സുകൾ ചെയ്യുന്നവര്, ഇതുമായിട്ട് വേൾഡ് വൈഡ് ഇങ്ങനെ യാത്ര ചെയ്യുന്നവര്,
ലൈക്ക് അതുമായിട്ടുള്ള ഫുള്ള് ഞാൻ അതിനകത്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കോൺഷ്യസ്നസ് ഞാൻ വിചാരിക്കും, ഓ ദിസ് ഇസ് വേൾഡ് വൈഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നും. സാർ ന്യൂട്രൽ ആയിട്ട് നിന്നുകൊണ്ട് സാർ ആക്ച്വലി സ്വന്തമായിട്ട് നോക്കൂ. മേ ബി വേറൊരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും മേ ബി സാറിന് അത് കാണാൻ പറ്റുക. മാമിനെ മാതൃകയാക്കി എടുക്കുമ്പോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോജക്റ്റ് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം മാമിന് ഇത്രയും ഡെലിവറി ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ബേസിസ് അതാണല്ലോ. മാം വളരെ നന്നായി ഡെലിവർ ചെയ്തു ദിസ് അവർ. സോ ദാറ്റ് ഇറ്റ്സെൽഫ് പ്രൂവ് ദാറ്റ് പ്രോജക്ട് behind you is okay. Thank you, sir. Thank you so much. Actually, Access Consciousness, thank you so much for acknowledging that. Access Consciousness പഠിച്ച അന്ന് മുതൽ ഇത് കൂടുതൽ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് അറിയാനുള്ള ഒരു ജേർണി ആയിരുന്നു എന്റേത്. എന്താണ് ശരിക്കും ഞാൻ ആ ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതെന്താണ്, ഏതാണ്, ഇത് എന്നെ കൊണ്ട് എവിടെ എത്തിക്കും, ഓർ ഇത് ചെയ്യുന്നത് ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക്. റൈറ്റ്, ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് ഞാൻ പോയി ക്ലാസ് പങ്കെടുത്തു. പക്ഷേ ഇത് ചെയ്താൽ വീണ്ടും ചെയ്താൽ വീണ്ടും കൂടുതൽ ചെയ്താൽ വീണ്ടും കൂടുതൽ ചെയ്താൽ വീണ്ടും കൂടുതൽ അങ്ങനെയുള്ളൊരു യാത്രയിൽ ഇങ്ങനെ നടന്ന് ഒരുപാട് ക്ലാസ്സുകൾ ഇതിന്റെ ലൈക്ക് ഉള്ളിലോട്ടൊക്കെ കടന്നു പോയപ്പോഴത്തേക്കും ഐ ഗോട്ട് ഇൻ എ സ്പേസ് വിച്ച് ഇസ് അൺഡിഫൈനബിൾ. ഐ എം സോറി, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു സ്പേസിൽ എത്തിപ്പോയി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കുറച്ച് ബുക്സ് ഞാൻ റെഫർ ചെയ്യാം, റെഫർ ചെയ്യുന്നല്ല സജസ്റ്റ് ചെയ്യാം. ആ ബുക്സ് ഒക്കെ വായിക്കുന്നത് ഇഫ് ഇറ്റ് ഹെൽപ്സ്. ബ്ലെസ്ഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ മണി ഈസ് നോട്ട് ദ പ്രോബ്ലം, യു ആർ. നമ്മുടെ കോൺഷ്യസ്നസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ സമ്പത്ത് ജീവിതത്തിലോട്ട് കടന്നു വരും എന്നുള്ളൊരു നോയിങ് ലഭിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ കടഭാരം കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഡെപ്റ്റ് ജോയ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് വാങ്ങി വായിക്കാവുന്നതാണ്. ബിക്കോസ് ആ ബുക്ക് വാങ്ങി വായിക്കുമ്പോഴത്തേക്കും നോട്ട് വിത്തിൻ എ ഡേ, ഒരു ദിവസം കൊണ്ട് കടം മാറ്റാൻ പറ്റും എന്നല്ല പറയുന്നത്, എന്നാൽ ജോയ്ഫുള്ളി ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ കടത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കടം ഉണ്ടായിരുന്ന ആൾക്കാർ ഉപയോഗിച്ച ടൂൾസ് ഒക്കെയാണ് അതിനകത്ത്, വർക്ക്ഔട്ട് ആയിട്ടുള്ള ടൂൾസ് ഒക്കെയാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. Okay. ചോദ്യങ്ങൾ ചോദിക്കൂ. ഫേസ് ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഫേസ് ലിഫ്റ്റ്, ഓക്കെ. ആക്സസ് ബാസ് ഇസ് ആക്ച്വലി നമ്മുടെ ഹെഡിലെ 32 പോയിന്റ്സ് ആണെങ്കിൽ ഫേസ് ലിഫ്റ്റ് വി ടച്ച് ഇൻ ദ ഫേസ്. ഫേസിലും ടച്ച് ചെയ്യും, അതോടൊപ്പം നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ എനർജറ്റിക്കലിയും നമുക്ക് ഒരുപാട് ഈസ്നെസ് നൽകാൻ കഴിയുന്ന ഒരു പ്രോസസ് ആണ് ആക്സസ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബോഡിക്ക് കൂടുതൽ റിലാക്സേഷനും ഹാപ്പിനെസ്സും നൽകും. നമ്മുടെ ബോഡിക്ക് നമ്മൾ മേ ബി നിങ്ങൾ എന്റെ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പറ്റും. മരങ്ങളോട് സംസാരിക്കാം, ഇതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റും. ആൻഡ് അതിനേക്കാൾ ക്രേസി ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ശരീരത്തോട് സംസാരിക്കാൻ പറ്റുന്നത്. അത് ആക്സസ് ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, ആൻഡ് ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും. ആൻഡ് ദിസ് ഇസ് സംതിങ് റിയലി വിയർഡ് ആൻഡ് ക്രേസി. ഇറ്റ്സ് എ ഡിഫറെന്റ് വേർഡ്, ഐ എം സോറി. ഇങ്ങനെ പറയുമ്പോ ചിലർക്ക് തോന്നും കിളി പോയതാണെന്ന്, കുറച്ച് കിളി പോയതുപോലത്തെ ഒരു അവസ്ഥ. Yeah. Facelift is that. More ease and more peace. Thank you. ഓവറോൾ ഉള്ള ക്ലാസ്സുകളെ കുറിച്ച് ഒരു ഐഡിയ പറയാമോ? എന്താണ് സർ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓവറോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ പറയാമോ? ഓക്കെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഞാൻ നോർമലി ഹോട്ടൽസിലാണ് ക്ലാസ്സസ് എടുക്കാറ്. ഇപ്പൊ ഹോട്ടൽസ് LPG ഗ്യാസ് പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ അതൊന്ന് ഇതായിട്ട് വരുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവാം. മോസ്റ്റ്ലി എറണാകുളത്ത് ഏപ്രിലിൽ ക്ലാസ് ഉണ്ടാവും. ആക്സസ് ബാസിന്റെയും ആക്സസ് ഫേസ് ലിഫ്റ്റിന്റെയും ക്ലാസ് ഉണ്ടാവും, ഫൗണ്ടേഷൻ ക്ലാസ്സും ഉണ്ടാവും. ആൻഡ് അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയിട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സുകൾ.
മാം ഈ ഫേസ് ലിഫ്റ്റ് ആക്സസ് കോൺഷ്യസ്നസ് ബാർസ് ഇതിൽ ഏതാണ് നമുക്ക് സെൽഫ് ആയിട്ട് ചെയ്യാന്നുള്ളത്, വേറെ ആരെയും സഹായം ഇല്ലാതെ സ്വാപ്പ് ചെയ്യാതെ ചെയ്യാന്നുള്ളത്? ഇതെല്ലാം തന്നെ നമുക്ക് സെൽഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഇപ്പൊ മണി ബാസ് ഇതിങ്ങനെ നമ്മൾ സ്വയം ടച്ച് ചെയ്ത് എല്ലാ ദിവസവും കിടക്കാൻ സമയത്ത് ഒരു 10 മിനിറ്റ് മണി ബാസ് റൺ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലോ. എന്നാൽ ആക്ച്വലി മറ്റൊരു വ്യക്തിയാണ് നമുക്ക് ചെയ്തു തരുന്നതെങ്കിൽ 1000 ഫോൾഡ് എഫക്റ്റീവ് ആയിരിക്കും. അതാണ് എന്റെ വ്യത്യാസം. എന്ത് കാര്യവും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമുക്ക് തനിയെ മൈൻഡ് ചാറ്റർ ചെയ്തും പ്രയാസങ്ങളൊക്കെ സ്വയം പറഞ്ഞും നമുക്കത് കളയാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് വേറൊരു വ്യക്തി ഇരുന്നിട്ട് സാരില്ല കേട്ടോ, പോട്ടെ, ഒക്കെ ശരിയാവും എന്നൊരു അഡ്വൈസ് തരുമ്പോ അതിന്റെ എഫക്റ്റ് എത്ര വലുതായിരിക്കും, റൈറ്റ്? അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെ ഒന്നിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോ, റൈറ്റ്, അത് സാരമില്ല, അതൊക്കെ പൊക്കോളും, ശരിയാവും എന്നാ ഒരു വാക്ക് നമ്മൾ തന്നെ നമ്മളോട് ശരിയാവുമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നതിനും പവർ ഉണ്ട്, പവർ ഇല്ലാതെയില്ല. എന്നാൽ കൂടെ ഒരാളിരുന്ന് പറഞ്ഞു തരുന്നതിന് വലിയ ശക്തിയില്ലേ? അതുപോലെ തന്നെ നമ്മൾ സെൽഫ് ചെയ്യുന്നതിനും പവർ ഉണ്ട്. മറ്റൊരു വ്യക്തി ചെയ്തു തരുന്നത് 1000 ഫോൾഡ് പവർഫുൾ ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി സ്വാപ്പിംഗ് സജസ്റ്റ് ചെയ്യുന്നത്. മാം ഈ ഫേസ് ലിഫ്റ്റിന് എത്രയാ കോഴ്സ് ഫീ? ഞാന് സാധാരണ ആക്സസിന്റെ ക്ലാസ്സുകള് ഫേസ് ലിഫ്റ്റ് പഠിക്കാൻ പ്രീ റിക്വസിറ്റ് വേണ്ട. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ബാസ് പഠിച്ചിട്ട് ഫേസ് ലിഫ്റ്റ് പഠിക്കൂ എന്നുള്ളതാണ്. കാരണം റൈറ്റ് ആൻഡ് റോങ്ങിനെ കുറിച്ച് ഒരു ധാരണ കിട്ടുന്നത്, ആ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫേസ് ലിഫ്റ്റ് ക്ലാസ്സുകളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ തന്നെ നമുക്കത് യൂസ്ഫുൾ ആണ്, വർക്കിംഗ് ആണ്. ബട്ട് ഇതിന്റെ പേയ്മെന്റ്, ഇതിന്റെ ഫീസ് ഒക്കെ ഞാൻ പറയുമ്പോൾ ഒന്ന് റിയലൈസ് ചെയ്യേണ്ടത്, ഈ ഫീസ് ഒന്നും പെർമനന്റ് ആയിട്ടുള്ള ഫീസുകളല്ല. ഓക്കെ, ആ കമ്പനി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫീസുകൾക്ക് ചേഞ്ചസ് വരും. വേൾഡ് വൈഡ് ഈ ഫീസിന്, ഫേസ് ലിഫ്റ്റ് ക്ലാസിന്റെ ഫീസിന് 50,000 ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ 32,000 ആണ് വരുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ സർ, ഇത് പ്രാക്ടീഷണർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫുള്ളായിട്ട് ഇൻഡെപ്തിൽ നമ്മളത് പഠിക്കുകയും നമ്മുടെ എൻറ്റയർ ലൈഫിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഫീസ് ഒക്കെ അങ്ങനെ വരുന്നത്. ആൻഡ് അതോടൊപ്പം ഇന്നൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഈ ക്ലാസ് വച്ചേക്കുന്നതും എല്ലാം. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും ക്ലാസ്. ഓക്കെ, ഇൻസിഡന്റലി വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇത് ഫെസിലിറ്റീസായിട്ട് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ അത് യൂസ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും? പേയ്മെന്റ് വാങ്ങുന്നതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഇപ്പൊ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഓർഗനൈസേഷനോട് ലൈക്ക് ജോയിൻ ചെയ്ത് നിൽക്കും. അപ്പൊ ആക്സസിനകത്ത് തന്നെ ഒരു പോളിസി ഉണ്ട്, ഇപ്പൊ NGO ത്രൂ പാവപ്പെട്ട ആൾക്കാർക്ക് പഠിപ്പിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. മീൻസ് ഒരു NGO, ഒരു ട്രസ്റ്റിന്റെ കീഴില് ലൈക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്കുള്ള പ്രോസസ് പഠിപ്പിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ പോലീസുകാരുടെ ഒരു കമ്മ്യൂണിറ്റി, അത്രയും പേർക്ക് ഒരുമിച്ച് അങ്ങനെയൊക്കെ. പക്ഷെ അവർക്കൊന്നും പ്രാക്ടീഷണർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാനോ ഹയർ ക്ലാസ്സുകൾ പഠിക്കാനോ അങ്ങനല്ല. പകരം അവർക്ക് കുറച്ച് ടൂൾസും പ്രോസസ്സും മാത്രമായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെൽനസ് പ്രാക്ടീസ് ആണ്. ആക്സസ് ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ചിലരൊക്കെ നമ്മുടെ നാട്ടില് അങ്ങനെ പഠിക്കുന്നവരും പ്രോസസ്സ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്, അതിനൊന്നും കമന്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല സർ. ആക്സസ് കോൺഷ്യസ്നസ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവര് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെതായ രീതിയിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നുള്ളത്. അനദർ ക്വസ്റ്റ്യൻ, ഞാൻ ആക്ച്വലി ഹിതനെ കണ്ടത് ഒരു ആക്സിഡന്റൽ ആയിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച
അവരൊരു ക്ലാസ്സുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. അപ്പൊ ആ ക്ലാസ്സുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ആക്ച്വലി സ്വാപ്പ് ആയിരുന്നു മാം, സ്വാപ്പ് ആയിരുന്നു മാം നമ്മുടെ. അത് ഹിത ചേച്ചി വിശദീകരിക്കൂ. സ്വാപ്പ് അത് എല്ലാ മാസവും എറണാകുളത്ത് വെച്ച് നടത്തുന്ന ഒരു സ്വാപ്പ് സെഷനാണ്. ആക്സസ് ബാഴ്സ് പഠിച്ച എല്ലാവരും, ബ്യൂട്ടി മാമിൽ നിന്ന് പഠിച്ച എല്ലാവരും കൂടി, അവർ മാത്രമല്ല കേട്ടോ, ആർക്കും ജോയിൻ ചെയ്യാൻ പഠിച്ചവർക്ക്. അവിടെ മാം പറഞ്ഞ പോലെ റൈറ്റ്നെസ്സും റോങ്നെസ്സും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോ അങ്ങനെ പഠിച്ച എല്ലാവരും മാസത്തിൽ ഒരു ദിവസം ഒത്തുകൂടുകയും അവിടെ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു. ആ ദിവസം അവിടെ നമുക്കൊരു ഹൈലി എനർജി ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതിനകത്ത് ബാഴ്സ് പഠിച്ചവർ വരാറുണ്ട്, ഫേസ് ലിഫ്റ്റ് പഠിച്ചവർ വരാറുണ്ട്. അത് കൂടാതെ ബോഡി പ്രോസസ്സ് പഠിച്ചവരുണ്ടാവാറുണ്ട്. അപ്പൊ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവർ പഠിച്ചത് എന്താണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യും. അത് സ്വാപ്പ് ചെയ്യുന്നതിലൂടെ എന്താ പറയാ, ആ ഒരു എനർജിയെ സൂക്ഷിക്കുക എന്നതാണ് ചെയ്യുന്നത്. ഈ പഠിച്ചവരാണ് പിന്നീട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇതിനകത്ത് സ്വാപ്പ് ചെയ്യാൻ വരുന്നതിൽ ഫെസിലിറ്റേറ്റേഴ്സും ഉണ്ട്, പഠിച്ചവരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കുന്നവരും ഉണ്ട്. അതൊരു എന്താ പറയാ, ഒരു സ്വീറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം, എനിക്ക് അവസരം തന്ന സ്ഥിതിക്ക്. ആസ് എ സൈക്കോളജിസ്റ്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. വളരെ മോഡേൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇപ്പോ ഞാൻ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് പറയുന്ന സാധനം ആർക്കും കൊടുക്കാറില്ല. കാരണം പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ അതേപോലെ ഒരു റിലാക്സേഷൻ പ്രോസസ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അവരെ ആ രീതിയിൽ പറഞ്ഞ് അവരുടെ മൈൻഡിനെ അങ്ങനെ കൊണ്ടുപോയി ചെയ്യിക്കണം അല്ലേ. എന്നാൽ ആക്സസ് ബാഴ്സ് കൊടുക്കുന്ന സമയത്ത് അവരൊന്നും ചെയ്യണ്ട, ജസ്റ്റ് കിടന്നാൽ മാത്രം മതി. അത് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ അവരില് ആ ഒരു ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്നു, അവരുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്നു. അത് എനിക്ക് ഒരു അനുഭവം കൂടി ഞാൻ പറയാം. ധാരാളം അനുഭവം ഉണ്ട്, അതിൽ ഒരു അനുഭവം പറയാം. നിരാശയുടെ വക്കിൽ വന്നിരുന്ന ഒരു പയ്യൻ, അവന്റെ സിസ്റ്ററിന് 2 കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രോബ്ലം റിസോൾവ് ചെയ്ത് വിട്ടതാണ്. അവന് ഭയങ്കര നിരാശ. അവൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ്, ഡിപ്രഷനിലേക്ക് എത്തിയിട്ടില്ല. എന്റെ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. അവന് ഞാൻ വേറെ ഒന്നുമല്ല കൊടുത്തത്, ആക്സസ് ബാഴ്സ് ആണ് കൊടുത്തത്. രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അന്ന് രാത്രി അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് ഒരു 7 മണിയായപ്പോൾ ഞാൻ അവന്റെ വൈഫിനെ വിളിച്ചപ്പോൾ വൈഫ് പറഞ്ഞത് 5 മണിക്ക്, കാരണം വൈഫ് കൂടെ ഉണ്ടായിരുന്നില്ല, 5 മണിക്ക് ചേട്ടന്റെ മെസ്സേജ് വന്നു, എനിക്കിപ്പോ ഉറക്കം കിട്ടുന്നില്ല എന്ന്. 5 മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീക്കുന്ന ടൈമല്ലേ. രാത്രി അവൻ നന്നായി ഉറങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണയും കൂടി അവനോട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു. കാരണം അവന് കൊടുക്കുന്നത് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു. അന്ന് അവൻ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ്. ഫസ്റ്റ് ഡേ അവൻ വന്നത് ഒരു ഷാബി വേഷത്തിലായിരുന്നെങ്കിൽ അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വന്നത് എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ്. വന്ന ഉടനെ എന്നോട് പറഞ്ഞ വാചകം, മാഡം എനിക്കാകെ 1 മണിക്കൂർ സമയമുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു വന്നു ചെയ്തു പോയിട്ട്. പിന്നെ അവൻ വന്നിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥന അവൻ വരികയും ചെയ്യണ്ട വിളിക്കുകയും ചെയ്യണ്ട എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാര്യത്തിന്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാണ്. ആക്സസ് ബാഴ്സിനെ കുറിച്ച് മാം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു സെഷനിലൂടെ കിട്ടിയിരിക്കുന്നത്, ഒരു സാഗരത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോലും ഇല്ല. ഒരു വലിയ കടലിൽ നിന്ന് ഒരു ഡ്രോപ്പ് പോലും ഇല്ല. ഡ്രോപ്പ് ആണ് എന്നല്ല ഞാൻ പറഞ്ഞ, ഇല്ല. അത്രയ്ക്ക് വാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൂളാണ് ഇത്. ഫെസിലിറ്റേറ്റർ ആവാൻ പഠിക്കുന്നതിനേക്കാൾ ഉപരി, പഠിക്കണം, നമ്മളെല്ലാവർക്കും കൊടുക്കണം, അതിനേക്കാൾ ഉപരി ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് എന്നിലുള്ള മാറ്റമാണ്. ഇത് ശരിക്കും അവനവനിൽ വരുന്ന മാറ്റം, അവനവനിൽ കൊണ്ടുവരുന്ന ആ ഒരു കാംനെസ്, പീസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്, സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ജോസഫ് ജോൺ സാറിന് എന്നെ അറിയാവുന്നതാണ്. അന്നത്തെ ഹിതയേക്കാളും എന്നിൽ എന്തോരം മാറ്റം ഇന്ന് കാണുന്നുണ്ടെന്നുള്ളത് സാറിന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും.
അങ്ങനെ മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ല നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് വേണ്ടി പഠിക്കുക. പഠിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ളവർക്ക് ധാരാളമായി കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഇത്ര അവസരം തന്നതിന്. ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് ഇത് അനന്തമായൊരു കാര്യമാണ് അല്ലേ, എനർജി ഒക്കെയാണ്. അപ്പം വലിയൊരു ഷോറൂമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു താക്കോലാണ് ഇന്ന് കിട്ടിയത്. താക്കോല് തീരെ ചെറുതല്ലേ, അതുകൊണ്ട് തുറക്കുന്നത് നമുക്ക് വിശാലമായ ഷോറൂമിലേക്ക് തുറക്കാം. താങ്ക് യു. ജിജോ. Thank you, ma'am, for such an eye-opening and powerful session. നമ്മൾ എല്ലാവരും ഇന്നൊരു പുതിയ വേയിൽ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. It was not just a talk, it was truly an experience. Thank you for sharing your valuable time, knowledge, and energy with us. Now let me invite Mr. Paul Padiatty, sir, Treasurer, PCT Ernakulam, and Program Coordinator to deliver the vote of thanks. Sir, please. ഗുഡ് ഈവനിങ് ഓൾ. ഈ ഉറവിൻ്റെ പ്രോഗ്രാമുകളെല്ലാം തന്നെ യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് 120ഓളം വീഡിയോകൾ അവിടെ ഉണ്ട്. അതിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിട്ടുള്ളത് ബ്യൂട്ടി ഗവാനിയ 3 വർഷം മുമ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ബ്യൂട്ടീനെ ഒന്ന് ഫോണിൽ വിളിച്ചത്. ഫോണിൽ വിളിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ സമ്മതിച്ചു, തീർച്ചയായിട്ടും വരാം എന്ന്. അതാണ് പ്രത്യേകത. ഇതുപോലെ തന്നെ ഹിതനെ കണ്ടപ്പോഴും ഇത് ചെയ്യുന്ന ആളുകൾക്കുള്ള ആ പ്രത്യേകത, അവർക്ക് പ്രതിബന്ധങ്ങളെ കുറിച്ച് ഒന്നും ഒരു പ്രശ്നമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഒരു നടപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയധികം പ്രയോജനകരമായ കാര്യത്തിനെ കുറിച്ച് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടൊരു ക്ലാസ് വെച്ചാൽ എത്രയോ പേർക്ക് ഉപകരിക്കും എന്നുള്ള ഇത് മനസ്സിലായിട്ടാണ് ഞാനിത് ചെയ്തത്. അതുപോലെ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. സാധാരണ ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് തുടങ്ങാനായിട്ട്, പ്രോഗ്രാം തുടങ്ങാൻ. ഇത് പ്രോഗ്രാമിലേക്ക് 100 പേര് വന്നിട്ട് ഗവാനിയ വന്നാണ് ഇവിടെ പ്രോഗ്രാം തുടങ്ങിയത്. സകല തരത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെബിനാറാണ് ഇത് എന്ന് അവതരിപ്പിക്കുകയാണ്. ഇത് അവതരിപ്പിക്കാനായിട്ട് സന്മനസ് കാണിച്ച ബ്യൂട്ടീനെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളാണ് ഈ സംരംഭം സക്സസ് ആക്കുന്നത്. അത് കാരണം നിങ്ങളില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അത് കാരണം തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. അത് തുടർന്ന് പോകാനായിട്ട് നിങ്ങളുടെ എല്ലാ സമയത്തുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. Thank you everyone for joining this wonderful session. നമുക്ക് ഇനിയും ഇതുപോലെ ലേൺ ചെയ്ത് ഗ്രോ ചെയ്ത് കണക്ട് ആയിരിക്കാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.